ഇനി നമ്മൾ നിയമസഭയിലേക്ക് മുൻവശത്തേക്ക് പോവുകയാണ്. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ UDF-ന്റെ ഭാഗമായി വർഷങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നെന്നുള്ള രാഷ്ട്രീയമായ പ്രത്യേകത കൂടിയുണ്ട്. ഇനി നിയമസഭയ്ക്ക് മുൻപിലേക്ക് അല്ലേ? അതെ, നിയമസഭയ്ക്ക് മുന്നിൽ നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും ചേരുന്നുണ്ട്. അവിടെ R. ശ്രീജിത്ത് ഉണ്ട്, B. ദിലീപ് കുമാർ ഉണ്ട്, KR ഗോപികൃഷ്ണനുണ്ട്, ദീപക് ധർമ്മടമുണ്ട്. നിയുക്ത മന്ത്രിമാർ, അതുമായി ബന്ധപ്പെട്ട ചർച്ച, മറ്റ് സംഭവവികാസങ്ങൾ, ഇന്നുണ്ടായ കാര്യങ്ങൾ, ഇതൊക്കെ ഇവർ നമ്മളോട് പങ്കുവയ്ക്കും. ഒപ്പം തന്നെ വിപിൻ സി വിജയനുണ്ട്, ഷെഫീദ് റാവുത്തറുണ്ട്, മേഘ്ന മുരളിയുണ്ട്, ജിബിൻ JB. അവർ രണ്ടുപേരും സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണുള്ളത്. അതെ, അപ്പോൾ നമ്മൾ നിയമസഭയ്ക്ക് മുൻപിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ പുതിയ മന്ത്രിസഭ വരാൻ പോകുന്നു. അതിനുശേഷമാണ് നിയമസഭാംഗങ്ങളുടെ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുക. പുതിയൊരു രാഷ്ട്രീയ ചരിത്രം പിറക്കുക കൂടിയാണല്ലോ ശ്രീജിത്ത്, ദിലീപ്, KR ഗോപികൃഷ്ണൻ, ദീപക് ധർമ്മടം നാളത്തെ സത്യപ്രതിജ്ഞയോടെ. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, അസിത സഹീർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിന് മുൻപിലാണ്. VD സതീശൻ സർക്കാർ അധികാരമേൽക്കാൻ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വളരെ ഉദ്വേഗം നിറഞ്ഞ, ആകാംക്ഷ നിറഞ്ഞ ചർച്ചകളുടെ മണിക്കൂറുകളായിരുന്നു ഇന്ന് പ്രഭാതം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്തിമമായി മന്ത്രിമാരുടെ പട്ടിക രൂപീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ചർച്ചകൾ, ഘടകകക്ഷികളുടെ നിന്നുണ്ടായ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ വിവിധ ഗ്രൂപ്പുകൾ ഉയർത്തിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതോടൊപ്പം പുതിയ അവകാശവാദങ്ങളുമായി മന്ത്രിയാകാൻ സന്നദ്ധരായി രംഗത്തെത്തിയവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ പട്ടികയായിരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഗവർണറെ കണ്ട ആ പട്ടിക കൈമാറിയിരിക്കുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത്, ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസിൽ ഇത്ര പെട്ടെന്ന്, UDF-ൽ ഇത്ര പെട്ടെന്ന് മന്ത്രിമാരെ നിശ്ചയിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ഈ മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. അതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനിടയിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു. അത് ചില ധാരണകൾ കൂടിയുണ്ട്. അത് ടേം വ്യവസ്ഥ ഈ മന്ത്രിസഭയിൽ വരാൻ പോകുന്നുണ്ടോ, മന്ത്രിമാർക്ക് 2.5 വർഷം എന്ന നിലയിൽ മന്ത്രിമാരെ മാറ്റുന്ന ഒരു രീതി ഈ മന്ത്രിസഭയിൽ കാണാൻ പോകുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല. ചില ധാരണയുണ്ട് എന്ന് മാത്രം സൂചനയായി പറയുകയാണ് ഇന്ന് VD സതീശൻ ചെയ്തത്. ഏതായാലും ഇന്നത്തെ പകൽ മുഴുവൻ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്ന ആളുകൾ, മറുഭാഗത്ത് KC വിഭാഗത്തിന്റെ ആളുകൾ, അതോടൊപ്പം തന്നെ VD സതീശൻ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ച ആളുകൾ, അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിന്റെ പ്രതിനിധി നിലയിൽ തന്റെ അവകാശവാദവുമായി വന്ന IC ബാലകൃഷ്ണൻ, T. സിദ്ദിഖ്, കോൺഗ്രസിലെ മുസ്ലിം പ്രതിനിധി ആരായിരിക്കണമെന്ന് സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട സമ്മർദ്ദമായി നിന്ന സാഹചര്യം, മുസ്ലിം ലീഗിലെ 5 മന്ത്രിമാരെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള അവ്യക്തതകൾ, ഇങ്ങനെ തുടങ്ങി പകൽ മുഴുവൻ വിവിധ തലങ്ങളിൽ നടന്ന ചർച്ചകൾ. ആ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ മന്ത്രിസഭ രൂപീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. മന്ത്രിമാരുടെ പട്ടിക പൂർത്തിയായിരിക്കുന്നു. ആ പട്ടിക ഗവർണർക്ക് ലോക്ഭവനിലെത്തി കൈമാറിയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ഞങ്ങളിപ്പോൾ ഈ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഈ പകൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ, എങ്ങനെയായിരിക്കും VD സതീശൻ സർക്കാർ ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്, 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ഭരണം പിടിച്ച UDF സർക്കാരിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും, VD സതീശൻ നയിക്കുമ്പോഴും അവിടെ KC-RC ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.